നാരങ്ങ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെള്ളം കലക്കിയതിന് ശേഷം ഇനി ആ ഒരു തോട് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ഉപ്പിട്ട് വെച്ചോളി, മാസങ്ങളോളം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിലാവും. അതിനുശേഷം നമുക്ക് അത് ചെറുതായി കട്ട് ചെയ്ത് അതിനായിട്ട് ഒരു ഫ്രൈ പാൻ എടുക്കുക. പിന്നെ ആവശ്യത്തിന് കടുക്, പിന്നെ സുറുക്ക, പിന്നെ ക്യാരറ്റ്, വെളുത്തുള്ളി, വേപ്പിന്റെ ഇല ചെറുതായി കട്ട് ചെയ്തത്, ഇതുപോലെ മുളകും ചെറുതായി കട്ട് ചെയ്ത് പാൻ എടുത്ത് സ്റ്റൗവും വെക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായി വരുമ്പോൾ കുറച്ച് കടുക്, പിന്നെ അതിലോട്ട് ഉലുവട്ട് കൊടുക്കണം. ഉലുവട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഇഞ്ചി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കേണ്ട മുളക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വേപ്പിന്റെ ഇല ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. നല്ലൊരു മധുരവും അച്ചാർ തിന്നുമ്പോ തന്നെ. പിന്നെ മെയിൻ സാധനമായ ഈത്തപ്പഴം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മാസങ്ങളോളം ഉപ്പിലും സുർക്കയിലും ഇട്ട് വെച്ച മെയിൻ സാധനമായ നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ചൂടാക്കി എടുക്കണം. വേണമെന്നില്ല, പക്ഷെ എന്നാലും നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ മെയിൻ സാധനമായ അച്ചാർ സുർക്ക വെച്ച് പാത്രത്തിലാക്കി കൊടുക്കുക. പരിപാടി കഴിഞ്ഞ്. ഫുൾ വീഡിയോ കാണണേ BW വേൾഡിൽ കയറിക്കോളി.